രസപ്പൊടി ഉണ്ടാക്കാനുള്ള ചേരുവകളാണിത്. പിന്നെ ഒരു ചീനച്ചട്ടി വയ്ക്കുക. എന്നിട്ട് അതിൽ ചുവന്ന മുളക് ഇടുക. ഒരു 10-12 എണ്ണം ഇടുക. എന്നിട്ട് അതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക. പിന്നെ ചൂടാകുമ്പോൾ അതിനെ മാറ്റി വെച്ച് പിന്നെ കറിവേപ്പില ഇട്ടു. അത് ഒരു പിടി കറിവേപ്പില, അതിനെയും അങ്ങനെ ചൂടാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് മല്ലി ഇട്ടു. മല്ലി 3 ടേബിൾ സ്പൂൺ മല്ലി ഇട്ടു. അതിനെയും ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ തുവരപ്പരിപ്പ് 4 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, അതും ഒന്ന് ചൂടാക്കി മാറ്റി. പിന്നെ പെപ്പർ ഇട്ടു, ഒരു 2.5 ടേബിൾ സ്പൂൺ. അതേപോലെ ജീരകം, അതും ഒരു 2 ടേബിൾ സ്പൂൺ ജീരകം. അതിനെ ഒന്ന് ചൂടാക്കി എടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഉലുവയും ഇടാം. ഉലുവയും ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളി മൂപ്പിച്ചിടാം. വേണ്ടാന്നുണ്ടെങ്കിൽ അത് രസം ഉണ്ടാക്കുമ്പോൾ ഇട്ടാലും മതി. ഇത് ഇടണമെന്നില്ല. വേണമെങ്കിൽ അത് ചെറുതായി മുറിച്ച് ഒന്ന് ഉണക്കിയിട്ടും നമുക്ക് പൊടിക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈറ്റായി വറുത്ത് പൊടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ അവോയ്ഡും ചെയ്യാം. എന്നിട്ട് നമുക്ക് രസത്തിലിട്ടാലും മതി. അപ്പോൾ ഇതിനെ ഒന്ന് ചൂടാക്കി, പക്ഷെ വിൽക്കാൻ വെക്കുകയാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത്രയും അതിനെ ഡ്രൈ ആക്കി ചെറുതായി കട്ട് ചെയ്ത് വെളിയിൽ വെച്ച് ഉണക്കിയിട്ടൊക്കെ വേണം എടുത്തിട്ട് വരാൻ. നമ്മൾ സെയിലിന് വെക്കുകയാണെങ്കിൽ. ഇതിപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കുമ്പോൾ കുഴപ്പമില്ല. പെട്ടെന്ന് ചിലവാകുന്ന അത്രയും ഉണ്ടാക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ല. പിന്നെ അത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് അത് മാറ്റി. പിന്നെ ഇതിലേക്ക് ഉപ്പും, നമുക്ക് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ കായപ്പൊടി ഇടണം.